Hello students, welcome to a new video. So today we're going to discuss about Text, the poem by Carol Ann Duffy. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോമാണ്. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അബൌട്ട് ദ ഓഥർ നമുക്കൊന്ന് നോക്കാം. അബൌട്ട് ദ ഓഥർ, Dame Carol Ann Duffy, born in 23 December in 1955, is a Scottish poet and playwright. ഒരു സ്കോട്ടിഷ് കവിയാണ്, അതുപോലെ തന്നെ പ്ലേ റൈറ്റ് കൂടിയാണ് നമ്മുടെ ആൻ ഡഫി എന്ന് പറയുന്ന നമ്മുടെ ഈ എഴുത്തുകാരി. ഷീ ഈസ് എ പ്രൊഫസർ അറ്റ് കണ്ടംപററി പോയട്രി അറ്റ് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി ആൻഡ് വാസ് അപ്പോയിൻറ്റഡ് പോയറ്റ് ലോറേറ്റ് ഇൻ മെയ് 2009 ആൻഡ് ഹെർ ടേം എക്സ്പയർഡ് ഇൻ 2019. അപ്പോൾ 2009 മുതൽ 2019 വരെ പോയറ്റ് ലോറേറ്റ് പദവിയിൽ നിന്നിട്ടുള്ള ഒരാളും കൂടെയാണ് നമ്മുടെ പോയറ്റ് ആൻ ഡഫി. അതുപോലെ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഷി വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ലോറേറ്റ്, ദ ഫസ്റ്റ് സ്കോട്ടിഷ് ബോൺ പോയറ്റ് ആൻഡ് ദ ഫസ്റ്റ് ഓപ്പൺലി ലെസ്ബിയൻ പോയറ്റ് ടു ഹോൾഡ് ദ പോയറ്റ് ലോറേറ്റ് പൊസിഷൻ. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രസ്റ്റീജ്, പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിൽ ഇതുവരെ പോയറ്റ് ലോറേറ്റ് പദവിയിൽ വന്ന സ്ത്രീകളിൽ ഏറ്റവും ആദ്യത്തെ സ്ത്രീ നമ്മുടെ ആൻ ഡഫിയാണ്. അതുപോലെ ആദ്യത്തെ സ്കോട്ടിഷ് പോയറ്റ് ലോറേറ്റ് ആയത് ഇവരാണ്. അതുപോലെ ദ ഫസ്റ്റ് ഓപ്പൺലി ലെസ്ബിയൻ പോയറ്റ് ഓൾസോ. അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ് ഇവർ നേടിയിട്ടുണ്ട്. സോ ലെറ്റ് സീ വാട്ട്സ് ഇൻ ദ പോം. ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെസ്സേജുകളെയാണ്, നമ്മൾ മൊബൈലിലൂടെ നമ്മൾ കൈമാറുന്ന സന്ദേശങ്ങളെയാണ് ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ മൊബൈലിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ജീവിതത്തെ എത്രമാത്രം അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ പോയറ്റ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ലൈൻസ് വൈസ് നമുക്കൊന്ന് നോക്കാം. I tend the mobile now like an injured bird. We text our significant words. അപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ പോയറ്റും അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഒരു ലവറും ഇവർ തമ്മിൽ എന്ത് ചെയ്യാണ്, സന്ദേശങ്ങൾ കൈമാറുകയാണ്. പക്ഷേ ഈ പോയറ്റ് ഫീൽ ചെയ്യുന്നത് ഷീ ഈസ് ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ്. അതായത് നമ്മൾ എന്തായിരിക്കാം അവിടെ നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ മൊബൈൽ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മൊബൈൽ ഇല്ലെങ്കിൽ നമ്മളെന്താണ് വളരെ ടെൻസ്ഡ് ആവും, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ജീവിതം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവിധ റിലേഷൻഷിപ്പുകളും എല്ലാവിധ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ഈ ഒരു ഡിവൈസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് അത് കണ്ടില്ലെങ്കിൽ നമ്മൾ വി വിൽ ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ മൊബൈൽ ഇവരന്വേഷിക്കുന്നു ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ്. അതുപോലെ ഇവിടെ രണ്ട് പേരുണ്ട്, വി ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിരന്തരം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. അവർ സിഗ്നിഫിക്കൻറ്റ് വേർഡ്സ് അല്ലേ, അവരുടേതായിട്ടുള്ള ഒരു ഭാഷ, ഒരു ലവേഴ്സ് തമ്മിൽ കൈമാറുന്ന ആ ഒരു ഭാഷ അവർ കൈമാറുന്നുണ്ട്. ഐ റീഡ് യുവർ ഫസ്റ്റ്, യുവർ സെക്കൻഡ്, യുവർ തേർഡ്. ലുക്ക് ഫോർ യുവർ സ്മാൾ XX ഫീലിംഗ് അബ്സേർഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ അയക്കുന്ന മെസ്സേജുകളെല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു വട്ടം വായിക്കുന്നു, 2 വട്ടം വായിക്കുന്നു, 3 വട്ടം വായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട്. യുവർ സ്മാൾ XX എന്ന് ഉദ്ദേശിക്കുന്നത് കിസ്സസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മെസ്സേജുകളിലൊക്കെ നമ്മൾ അയക്കുന്ന ഇമോജി പോലത്തെ സംഭവങ്ങളാണ് ഇവർ തിരയുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താണ്, ഇവർക്കൊരു ഹാപ്പിനെസ്സും കിട്ടുന്നില്ല. ഇറ്റ്സ് ഫീൽ അബ്സേർഡ്. വളരെ എന്താണ്, ഒരു മീനിങ് ഇല്ലാത്ത ഒരു വസ്തുവായിട്ടാണ് അതിനൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ 1 വട്ടം വായിച്ചിട്ടും 2 വട്ടം വായിച്ചിട്ടും 3 വട്ടം വായിച്ചിട്ടും നിൻ്റെ കിസ്സസ്സായിട്ടുള്ള ഇമോജിയെ ഞാൻ തിരഞ്ഞിട്ടും എനിക്കെന്ത് കിട്ടുന്നില്ല, എനിക്കതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. എനിക്കൊരു അബ്സേർഡ് ആയിട്ട്, ഒരു മീനിങ്ലെസ് ആയിട്ടാണ് എനിക്കതൊക്കെ ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമ്മുടെ പോയിറ്റ് ഉദ്ദേശിച്ചത് ഒരു ടെക്സ്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈവൻ നമ്മളൊരു ഫിസിക്കൽ ടച്ചോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയോ അയാളോട് സംസാരിക്കുമ്പോഴാണ് ഒരു ഇമോഷനെ 100% നമ്മൾ കൈമാറുന്നത്. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. നമ്മുടെ മൊബൈലിലൂടെ നമ്മുടെ പല റിലേഷൻഷിപ്പുകളും നിലനിർത്തി പോകുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും ആ ഒരു ഇമോഷനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അയാളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ഒരു സ്നേഹപ്രകടനങ്ങളിൽ നമ്മുടെ ജീവിതം ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൻ ഡെഫി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. The chords we send arrive with a broken chord. I try to picture your hands, their image is blurred. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ ചില കോഡുകൾ, ചില ഇമോജികൾ അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകൾ നമ്മൾ കൈമാറുമ്പോൾ അവിടെ നമ്മുടെ റിയൽ ഇമോഷനെ ആവില്ല മറ്റേ ആൾ എന്ത് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സന്തോഷമായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ വല്ല കോമഡി ആയിട്ടൊക്കെ അയാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അയാൾക്കത് തിരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അത് ഫീൽ ആവുന്നത്. അതായത് ഈ ടെക്സ്റ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷന് വളരെ മിസ്കമ്മ്യൂണിക്കേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ആൻ ഡെഫി പറയുന്നത്. ഇമോഷന് റിയലായിട്ട് നമ്മൾ കണക്ട് രണ്ട് പേരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കണക്റ്റ് ആവണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. വോയിസിലൂടെ കൈമാറുമ്പോഴാണ് അതിൻ്റെ ടോണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡും ആ വോയിസിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡെപ്തും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഹാൻഡ്, അങ്ങനെ ഒരുപാട് ബോഡി എലമെൻറ്റ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ടെക്സ്റ്റ് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചില ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്, ദെയർ ഇമേജ് ഇസ് ബ്ലർഡ്. നീ അയക്കുന്ന എല്ലാവിധ ഇമോജികളും ഞാൻ ടച്ച് ചെയ്യാൻ, ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കതിൽ നിന്നൊരു ഇമോഷനും കിട്ടുന്നില്ല. നിൻ്റെ ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് എനിക്കെന്ത് ചെയ്യുന്നില്ല, നിൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ഫോട്ടോ ഞാൻ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിൻ്റെ കിസ്സസ് ഞാൻ തൊടാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ബ്ലേഡാണ്, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകുന്ന ഒരു വസ്തുവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നത്തിങ് മൈ തംസ് പ്രസ് വിൽ എവർ ബി ഹെഡ്. ഓക്കെ, അപ്പോൾ മേലെ പറഞ്ഞതിൻ്റെ അതേ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിൻ്റെ ഇമോജികളൊക്കെ ഞാൻ തൊടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, എനിക്കൊരു ഇമോഷനെ അളന്നെടുക്കാൻ കഴിയുന്നില്ല. ആ ഒരു ആബ്സെൻസ് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മുടെ ഈ കവിതയിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും ടെക്സ്റ്റിലൂടെയുള്ള മെസ്സേജിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോജികൾ മനുഷ്യൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട സ്നേഹത്തെ അല്ലെങ്കിൽ അവൻ്റെ മറ്റുള്ളവരോടുള്ള ആ ഒരു കണക്ഷനെ മുഴുവനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ നമുക്കിതിൻ്റെ അനാലിസിസ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അനാലിസിസിൻ്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണിത്. നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങൾ ആ പോം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഗ്ലോസറിക്ക് ശേഷം ഒരു ചെറിയ പാരഗ്രാഫ് കാണാം, അത് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ അവസാനത്തെ പാരഗ്രാഫ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഏരിയകളിലായിരിക്കും ഈ പോമത്തിൻ്റെ ഡെപ്ത് കിടക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും പ്രധാനമായിട്ട് നോക്കണം. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ബ്രീഫ് അനാലിസിസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ പോയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ടോക്കിംഗ് ഇൻഡിവിജ്വൽ ടു ടെക്സ്റ്റിംഗ് സൈബോക്സ്. നമ്മളൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്ന ഒരു പ്രക്രിയയിൽ നിന്നും ഒരു മെഷീൻ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു മെഷീനാണ്, നമ്മളൊക്കെ ഒരു മെഷീനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പല ബന്ധങ്ങളും നിലനിർത്തി പോകുന്നത്. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുന്നില്ല, അത് മുഴുവനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. Duffy describes the pawn as the injured bird, with a comparison between natural and artificial depict the undeniable change in what society values today. Okay, നമ്മുടെ ഈ ഒരു സാഹചര്യത്തെ ഡഫിയുടെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാച്ചുറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നാച്ചുറലായിട്ട് സ്നേഹിക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു ജീവിതം, ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു വേൾഡിലോട്ട് മാറിയിട്ടുണ്ട്. ത്രൂ മൊബൈൽ ഫോൺസ്, ത്രൂ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മുടെ പല റിലേഷൻഷിപ്പുകളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ പോയിറ്റ് പേഴ്സണാസ് ഒബ്സസ് ഓവർ ഹെർ ലവേഴ്സ് ടെക്സ്റ്റ്.
looking for your small XX. Through this medium, something so insignificant as the movement of thumb is raised to epic importance, though the consequently miscommunication is inevitable. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആ ഒരു ലവറിൻ്റെ XX ഞാൻ തിരയുന്നു, പക്ഷേ അതെനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഇമോജികൾ, കിസ്സസിൻ്റെ ഇമോജികൾ നീ അയച്ചാലും അതൊക്കെ ഞാൻ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീൽ ആവുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റുകൾ എത്രമാത്രമാണ് നമ്മളെ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ഇമോഷൻസിനെ അത് തകർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഡഫി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. Indeed, Duffy recognized that the codes we send arrive with a broken code. When the poet persona tries to imagine her love's hands, their image is blurred, as modern technology prevents her from assessing reality. പ്രധാനമായിട്ട് പറയുന്നൊരു വിഷയം, ഇവർ പല മെസ്സേജുകളും അയക്കുന്നുണ്ടെങ്കിൽ പോലും, ഈവൻ അത് ടച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് പറയുന്ന ആൾ കൊടുക്കുന്ന ആ ഒരു ഫീലിംഗ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് വായിക്കുന്ന ആൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ വരികളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് റിയാലിറ്റിയിൽ ആരും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല. ഒക്കെ എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഈ ഒരു മായാലോകത്ത് അവരൊക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്നേഹബന്ധങ്ങളൊക്കെ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആബ്സെൻസ് ഓഫ് റിയാലിറ്റി ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇൻ ദിസ് വേ ദർ ഈസ് ആർട്ടിഫിഷ്യാലിറ്റി ടു ദ ആർട്ട് ഓഫ് ടെക്സ്റ്റിംഗ് ആസ് ദർ ഈസ് സിമിലർലി ടു ദ ആർട്ട് ഓഫ് ലവ് പോയട്രി. അപ്പോൾ നമ്മൾ ഈവൻ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഫീലായിട്ടുള്ള റിയൽ കാര്യം നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെച്ച് അതിനെ മറക്കാൻ വേണ്ടി പുതിയൊരു ഇമോഷനായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാഡായിട്ട് നമ്മൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആൾക്ക് അത് വിഷമിക്കേണ്ട എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സ്മൈൽ ഇമോജി വിട്ടു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് അക്സെപ്റ്റബിൾ ആയി എന്നായിരിക്കും മറ്റുള്ളവർ റിസീവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു റിയൽ കമ്മ്യൂണിക്കേഷനിൽ അത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ റിയൽ ഇമോഷൻസിനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്ന ഇമോഷൻസിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യാലിറ്റി കൂടുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ഇവിടെ പറയുന്നത്. ദ എക്സ്പ്രഷൻ ഈസ് സെൽഫ് കോൺഷ്യസ് ആൻഡ് അലോസ് ടൈം ഫോർ thought, and thus the message will not capture the true feelings of love, just like poems are unable to true recapture emotion. ഇവിടെ ഒരിക്കലും ടെക്സ്റ്റിലൂടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സ്നേഹത്തെ റിയലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡഫി അഭിപ്രായപ്പെടുന്നത്. ടെക്നോളജി ഇനേബിൾസ് ലവേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വെൻ നോട്ട് ടുഗദർ. ഹവർ ഡഫി ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ക്യാൻ നെവർ ട്രൂലി ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഓഫ് ആബ്സെൻസ്. ഇപ്പോൾ ടെക്നോളജി നമുക്കുണ്ടെങ്കിൽ, നമ്മളെ അടുത്ത് നമ്മളൊരു പാർട്ട്ണർ, നമ്മളൊരു ലവർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോസിബിൾ ആവും. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് റിയാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ആർട്ടിഫിഷ്യൽ വേൾഡിലാണെന്ത് നമ്മുടെ ഇമോഷൻസ് ഇപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്നത്. അതൊരിക്കലും അനുവദിച്ചുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഇമോഷൻ ഷെയർ ചെയ്താൽ അതൊരു മീനിങ്ലെസ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഡഫി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ദിസ് ചാപ്റ്റർ. അനാലിസിസ് നിങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കുക. ദെൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ വായിക്കുക, ഡഫിയെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് നമ്മുടെ ഈ ഒരു വേൾഡിൽ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്.